കിരൺ, എന്താണ് UDF-ൽ സംഭവിക്കുന്നത്? ഈ പതിവിൽ കവിഞ്ഞ ഒരു പ്രശ്നം, കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഉണ്ടാവുക. ഇത്തവണ അതിനപ്പുറത്തുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? രഞ്ജിത്തെ, ഏറ്റവും എളുപ്പത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുമായെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കോൺഗ്രസിലാണ്. കാരണം കോൺഗ്രസിന് 19, UDF-ന് 19 സിറ്റിംഗ് സീറ്റുകളുണ്ട്. സിറ്റിംഗ് സീറ്റുകൾ സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കുന്നു. ആകെ ഒരു സീറ്റ് മാത്രം, ആലപ്പുഴ മാത്രം, അവിടെ മാത്രം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ മതി എന്നായിരുന്നു അവസ്ഥ. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറ്റവും മുഖ്യ തടസ്സമായി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരില്ല എന്ന വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന്, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ മത്സര സ്ഥാനാർത്ഥി തീരുമാനവും നിശ്ചയവും എല്ലാം പ്രഖ്യാപനവും എല്ലാം വരേണ്ടത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി നിൽക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായാൽ അവിടെ ഒരു കോൺഗ്രസിന്റെ 16 അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം കാൻഡിഡേറ്റ് ഒന്നുപോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വരും. അങ്ങനെ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. കോൺഗ്രസിന് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ തന്നെ മത്സരിപ്പിക്കേണ്ടി വരും. പക്ഷേ ആലപ്പുഴയിലെ വിജയസാധ്യതകൾ കൂടി പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് കാണുന്ന ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി 2 തവണ ആലപ്പുഴയിൽ MP-യും അതിനു മുമ്പ് MLA-യും ഒക്കെ ആയിരുന്ന KC വേണുഗോപാൽ തന്നെയാണ്. KC വേണുഗോപാൽ മത്സരിക്കാതിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരുണ്ട്. അവരുടെ വികാരം കൂടി KC വേണുഗോപാലിന് മാനിക്കേണ്ടതുണ്ട്. അത്തരം തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കനകലു എന്ന സുനിൽ കനകലു ഒരു റിപ്പോർട്ട് വെച്ചിരുന്നു, ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് പരാജയ സാധ്യതയുള്ളത്, അവിടുത്തെ സിറ്റിംഗ് MP-മാരെ മാറ്റി പകരം മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനമൊക്കെ. അതിൽ ചില MP-മാരെങ്കിലും സ്വമേധയാ തന്നെ താൻ മത്സരിക്കുന്നില്ല. കൊടുക്കലും സുരേഷൊക്കെ വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്, എനിക്ക് മാറിത്തരാൻ ഞാൻ തയ്യാറാണ്, ഞാൻ പലതവണ MP ആയ ആളാണ്, എനിക്ക് പകരം മറ്റൊരു പുതുമുഖത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് താങ്കൾ പ്രചരണം തുടങ്ങിക്കോ, താങ്കൾ മാറേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആന്റണിക്ക് പകരം മറ്റു സ്ഥാനാർത്ഥി വരണമെന്നുള്ള വികാരം കോൺഗ്രസിനുള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടുകളിലുമൊക്കെ അത്തരം ചില സാധ്യതകൾ, അവിടുത്തെ അദ്ദേഹത്തിന് വിജയസാധ്യതയെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം KC വേണുഗോപാൽ ആലപ്പുഴ സ്ഥാനാർത്ഥിയോടൊപ്പം മറ്റു ചില മണ്ഡലങ്ങളിലെ MP-മാരുടെ പെർഫോമൻസ് കൂടി ഈ പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ പ്രശ്നമായി വരികയാണല്ലേ? അങ്ങനെയുള്ള കുറേ തടസ്സങ്ങൾ കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട്. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ രാഹുൽ ഗാന്ധി അവിടെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിനെ ആശ്രയിച്ചാണ് മറ്റ് ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നിശ്ചയം കൂടി വരുന്നത്. കണ്ണൂരിന്റെ വിഷയത്തിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരിന്റെ വിഷയത്തിൽ ഹൈക്കമാൻഡ് തന്നെ ഒരു നിർദ്ദേശം K. സുധാകരൻ നൽകി. K. സുധാകരൻ അവിടെ മത്സരിക്കണമെന്നുള്ള ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും കണ്ണൂരിൽ നിന്നും ഒരു പട്ടിക തന്നെയാണ് അയക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ കോൺഗ്രസുകാർ ഹൈക്കമാൻഡിന് നിലവിൽ നൽകിയിരിക്കുന്നത് സിറ്റിംഗ് MP-മാർക്കെല്ലാം സീറ്റ് അവസരം കൊടുക്കുക, അത് പൂർണ്ണമായ അവസരം കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ്. ചില മണ്ഡലങ്ങളിലെങ്കിലും ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞതിന് ചില മണ്ഡലങ്ങളിലെ ഒന്നിലേറെ പേരുടെ പേരുകൾ വെച്ച് ഒരു ലിസ്റ്റ് കൂടി നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നാളെ K. സുധാകരനും VD സതീശനും കൂടി ഡൽഹിക്ക് പോകാനും നാളെ വൈകുന്നേരത്തോടുകൂടി അന്തിമ തീരുമാനമെടുക്കാൻ നേരത്തെ ധാരണയായിരുന്നു. പക്ഷേ നാളത്തെ യാത്ര മാറ്റിവെച്ചു. 29-ാം തീയതി എന്തായാലും ഫെബ്രുവരി മാസത്തിൽ എന്തായാലും ഇവർ രണ്ടുപേരും പോകുന്നില്ല. മാർച്ച് ആദ്യവാരം മാത്രമായിരിക്കും ഈ യാത്ര ഉണ്ടാവുക. ഈ മാർച്ച് ആദ്യവാരം തന്നെ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കണമെങ്കിൽ സ്വാഭാവികമായും ആലപ്പുഴ ഒഴിച്ചു നിർത്തി ഒരു തീരുമാനം പ്രഖ്യാപിക്കലൊക്കെ അവർക്ക് പ്രയാസമാണ്. ചില മണ്ഡലങ്ങളിലെ ആളുകളെ മാറ്റണമെങ്കിൽ ഇതെല്ലാം സാമുദായിക ഇക്വേഷൻ, കോൺഗ്രസ് കാലങ്ങളായി തുടർന്നു വരുന്ന ചില സാമുദായിക ഇക്വേഷൻ ഉണ്ട്. ഇതിനിടയിലാണ് ലീഗിന്റെ മൂന്നാമത്തെ ഒരു സീറ്റ് കൂടി ആവശ്യം. അത് ലോക്സഭയ്ക്ക് പകരം രാജ്യസഭ നൽകാം എന്നുള്ളത് സംസ്ഥാന നേതൃത്വം ഒരു ധാരണയിലെത്തി. പക്ഷേ കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ഒരു രാജ്യസഭാ സീറ്റ്, ഇനി ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് വരാൻ പോകുന്നത് ഈ ജൂലൈ 1-നാണ്. ആ രാജ്യസഭാ സീറ്റിൽ നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ മറിച്ചൊരു ആവശ്യമൊക്കെ പ്രധാനമായും ശക്തമായ സമ്മർദ്ദമടക്കം കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡ് മുന്നിൽ ചെലുത്തുന്നുണ്ട്. അവിടെയും ഒരു അന്തിമ തീരുമാനം എന്തായാലും വന്നിട്ടില്ല. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് UDF-ൽ സർവത്ര ആശയക്കുഴപ്പം വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങളിലെങ്കിലും, ഈ പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾ മാറുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ആലപ്പുഴയിലെ KC വേണുഗോപാൽ വരുമോ എന്നതും ചർച്ചയാകുന്നുണ്ട്. ഒപ്പമാണ് ലീഗുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇടതുമുന്നണി കളം നിറഞ്ഞു തന്നെയാണ്. കാരണം ഒരു പടിയല്ല, 2 പടിയല്ല, ഒരുപക്ഷെ 3-4 പടി മുന്നേ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കളം നിറഞ്ഞാണ് ഇടതുമുന്നണി എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടായി. CPM-ഉം CPI-യും അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തി. 16 സീറ്റുകളിൽ CPM-ഉം 4 സീറ്റുകളിൽ CPI-യും ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു. കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് പതിവാണ്. കാരണം LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം തന്നെ സംഭവിക്കും. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. പക്ഷേ അപ്പോഴും ഇടതുമുന്നണി ചുവരെഴുത്തിറക്കം തുടങ്ങി കഴിഞ്ഞു. കിരൺ,
അതുതന്നെയാണ് ഏറ്റവും പ്രധാനം രഞ്ജിത്ത്. കേരളത്തിൽ പ്രധാനമായും ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലാണ് മത്സരം. ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരവും നടക്കുന്നുണ്ട്. ഈ ഇടതുമുന്നണി സാധാരണഗതിയിൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് അവസാന സമയത്തൊക്കെയാണ് പലപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഇത്തവണയെങ്കിലും അത് ഉണ്ടാവില്ല, അങ്ങനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണിയുടെ 20 മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പട്ടിക പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. അവരാരും ആ പട്ടിക നിഷേധിക്കുകയും ഒന്നും ചെയ്തിരുന്നില്ല. ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഇതിൽ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇവർ ഒരു ഘട്ടത്തിലെ പ്രചരണം പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷമാവും മിക്കവാറും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഇപ്പോഴത്തെ സൂചന അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിന് ഒരാഴ്ചയെങ്കിലും വൈകാൻ സാധ്യതയുണ്ട് അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാൻ. ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം പലപ്പോഴും നിശ്ചയിക്കാനുള്ള പ്രധാന തടസ്സമായി നിൽക്കുന്നത് മുഖ്യ തടസ്സം രാഹുലിന്റെ സ്ഥാനാർത്ഥം, രാഹുലിന്റെ തീരുമാനം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതായിരുന്നില്ല. നമുക്ക് അറിയാം, രാഹുലിന്റെ സ്ഥാനാർത്ഥം കേരളത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതായിരുന്നില്ല. വലിയ തീരുമാനം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അത് കേരളത്തിലെങ്കിലും ഇടതുമുന്നണിക്ക് UDF 19 സീറ്റ് നൽകുകയും ചെയ്തു. പക്ഷേ ഉത്തരേന്ത്യയിൽ അതെങ്ങനെ പ്രതിഫലിച്ചു എന്നതും പ്രധാനമാണ്. ആ തീരുമാനങ്ങളൊക്കെ ഇത്തവണ രാഹുലിന്റെ പിന്മാറ്റത്തിന് ഒരുപക്ഷെ കാരണമായി കാണാം. തെലങ്കാനയും കർണാടകയും ഒക്കെ രാഹുൽ ലക്ഷ്യം വെക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കിരൺ, രഞ്ജിത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല ഇന്ത്യയിലുള്ളത്. ഇത്തവണ കോൺഗ്രസ് പ്രധാനമായും കോൺഗ്രസിന്റെ ദൗർബല്യം കൃത്യമായും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വലിയ വിട്ടുവീഴ്ചയൊക്കെ നടത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മറ്റു പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലും 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിയമസഭയിൽ 1-2 സീറ്റുകളൊക്കെ മധ്യപ്രദേശിൽ SP കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിൽ അതുപോലും നൽകാൻ തയ്യാറായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ SP മധ്യപ്രദേശിൽ ഒരു സീറ്റ് നൽകാൻ തയ്യാറാവുന്നു. ഡൽഹിയിൽ ആരുമായും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ 3 സീറ്റ് കോൺഗ്രസിന് നൽകുന്നു. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് പകരം സീറ്റ് കോൺഗ്രസ് നൽകുന്നു. അങ്ങനെ ഹരിയാനയിൽ ഒരു സീറ്റ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നു. പക്ഷേ പഞ്ചാബിൽ അവർ പരസ്പരം മത്സരിക്കുകയും ചെയ്യുകയാണ്. കാരണം മുഖ്യ എതിരാളികൾ ആ 2 പാർട്ടികൾ തന്നെയാണ്. ഇത്തരം വിട്ടുവീഴ്ചയുടെയൊക്കെ ഫലമായി കൂടിയാണ് ഇത്തവണ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോൾ ആലോചിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ, അത് ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിച്ച് അവിടെ ഒരു ടാക്ടിക്കൽ മൂവ്, തുറുപ്പുകുലാൻ ഒക്കെ ഇറക്കുക എന്ന് പറയുന്ന പോലെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു നീക്കമാണ് CPI നടത്തിയത്. ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആനി രാജയെ വയനാട് മത്സരിപ്പിക്കുന്നു. ദേശീയ തലത്തിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കേണ്ട ഒരു നേതാവാണ്. ആനി രാജ രാഹുൽ വരുമെന്ന് പറഞ്ഞാണ് അല്ലേ അനുരാജയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ രാഹുൽ വരുന്നില്ല, പക്ഷേ ആനിരാജയ്ക്ക് അവിടെ മത്സരിക്കേണ്ട അവസ്ഥയും വരുന്നു. ആനിരാജയ്ക്കുള്ള പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അത് സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ്. CPIയും CPM ഒക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ സാധാരണ എതിരാളി മാറിയെന്ന് കരുതി അവർ സ്ഥാനാർത്ഥികളെ മാറ്റാറില്ല. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. എതിരാളികളെ അവസാന നിമിഷവും തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പിൻവലിക്കേണ്ടതിന്റെ അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ, അതുവരെ പ്രചരണം നടത്തിയ സ്ഥാനാർത്ഥികളെ മാറ്റി പകര സ്ഥാനാർത്ഥികളെ കൊണ്ടുവരികയും അവരെ 3 പേരെയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം കേരളത്തിൽ കരുണാകരൻ IA ഗ്രൂപ്പ് ശക്തമായി നിന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ശീലമാണ്. പക്ഷേ പണ്ടത്തെ ശീലം ഒക്കെ പറഞ്ഞാൽ ആന നല്ല ശക്തിയായി നിന്ന കാലത്താണ് ഈ ശീലങ്ങളൊക്കെ ജയിച്ചത്. പക്ഷേ ഇപ്പോൾ തൊഴുത്തിൽ കെട്ടാൻ ഭാഗത്തിലേക്കൊക്കെ മെലിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതൊക്കെ എത്രത്തോളം കഴിയുമെന്നുള്ള ചോദ്യം ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാന വിഷയം, രാഹുൽ ഗാന്ധി ഇപ്പോൾ നിലവിൽ ഹൈക്കമാൻഡ് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഉത്തർപ്രദേശിലെ ഒരു സീറ്റിൽ മത്സരിക്കുക, അത് അമേഠിക്ക് പകരം റായ്ബറേലിൽ മത്സരിക്കുക. റായ്ബറേലിൽ കഴിഞ്ഞ തവണ അടക്കം 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതാണ് സോണിയാഗാന്ധിക്ക്. അതോടൊപ്പം തന്നെ അമേഠിയിലെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അവസ്ഥയല്ല റായ്ബറേലിയിൽ ഇപ്പോഴും ഉള്ളത്. റായ്ബറേലിലെ 5 നിയമസഭാ സീറ്റുകളിൽ 4 വിജയിച്ചത് SP ആണ്, 1 മാത്രമാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ SP കൂടി സഹായമുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ SP സഹായം ലഭിച്ചിരുന്നില്ല എന്നതുകൂടി ആലോചിക്കണം. SP സഹായം കൂടി ഉണ്ടെങ്കിൽ റായ്ബറേലിൽ അനായാസം കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലമായി ഒപ്പം ഒരു സീറ്റിലേക്ക് മത്സരിക്കുക, അത് BJPയുമായി നേരിട്ട് പോരാട്ടം നടക്കുന്ന കർണാടകയിലെ ഒരു സീറ്റിൽ മത്സരിക്കുക, അല്ലെങ്കിൽ തെലങ്കാനയിലെ ഒരു സീറ്റിൽ മത്സരിക്കുക. ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൂടെ എന്നുള്ള ചോദ്യം വരും. നേരത്തെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്നൊരു വലിയ അപകടം, കോൺഗ്രസ് അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ BJP ചിലപ്പോൾ ഏറ്റവും വലിയ ദേശീയ നേതാക്കളെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ അവതരിപ്പിക്കാൻ സാധിക്കും.